ഡോ തന്റെ വലുതായി നോക്കിയേ, എടുത്തായി ഒന്ന് നോക്കിയേ. ഇനി ഒന്ന് ചാടി എഴുന്നേറ്റിരുന്നേ, വലത്തോട്ടൊന്ന് തിരിഞ്ഞേ, എടുത്തോട്ടൊന്ന് തിരിഞ്ഞേ. അല്ല അല്ല നിർത്തി എന്താണ്? താനിങ്ങനെ കിടക്കണ കണ്ടപ്പോഴേ എന്തോ മാറാരോഗം ഒന്ന് വിചാരിച്ച്. തനിക്കൊരു കുരുവുമില്ല, എന്നിട്ട് പണിക്ക് പോവാൻ നോക്കണോ? അതിന് ഹർത്താലല്ലേ? ഹർത്താലാ? ഓ, അത് പാർട്ടിക്കാരൻ നടത്തുന്ന ഒരു പ്രതിഷേധ സമരം ജനജീവിതം സ്തംഭിപ്പിക്കുന്നില്ല. സ്തംഭിപ്പിക്കുന്നില്ലേ? അതെന്താണ് സ്തംഭിപ്പിക്കാത്തത്? വന്നു വന്ന് ഉമ്മാരെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായിക്കല്ല. ഓ, പണിക്ക് പോവാതിരിക്കാൻ ഓരോ കാരണങ്ങൾ അന്വേഷിച്ച് നടക്കണം മടിയൻ. മടിയാ? മടിയൊന്നല്ല. ഈ ഹർത്താൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു കീഴ്വഴക്കൂല്ലേ? ഒക്കെ പഴയ പാർട്ടിക്കാർ നടത്തുന്ന ഹർത്താല്. അവർ സ്കൂൾ അടപ്പിക്കും, സ്ഥാപനങ്ങൾ അടപ്പിക്കും, കട അടപ്പിക്കും. എന്തിന് നമ്മുടെ വീടിന്റെ വാതിലെങ്ങാൻ തുറന്ന് അതുവരെ വന്ന് അടപ്പിക്കും. അത്ര ശുഷ്കാന്തിയായിരുന്നു അവർക്കൊക്കെ. അതൊക്കെ നോക്കാൻ ചില സമയത്ത് ഞങ്ങളെ സ്കൂളുകാർ ക്ലാസ് അങ്ങോട്ട് വെക്കും. ഞങ്ങൾ അവിടെ പോയിട്ട് ജനലിനെ കൂടി വരെയും കാത്തൊരു ഇരിപ്പുണ്ട്, അടപ്പിക്കാൻ വരുന്ന സമരക്കാരെയും കാത്തു. അവർ വരണതും സ്കൂൾ അടപ്പിക്കുന്നതും ഞങ്ങളെ മോചിപ്പിക്കുന്നതും ഓർക്കുമ്പോ തന്നെ കണ്ട രോമാഞ്ചം വരെയാണ്. ആ, പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്നത്തെ പഹയന്മാരുടെ ധൈര്യം ഇന്നത്തെ പഹയന്മാർക്കില്ലാന്ന് കൂട്ടിക്കോ. അന്നത്തെ പഹയന്മാർക്ക് ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ ബുദ്ധി കുറച്ച് കുറവായിരുന്നു. ഇന്നത്തെ പഹയന്മാരെ നേരെ തിരിച്ചാണ്. ചേട്ടൻ എഴുന്നേറ്റ് പണിക്ക് പോവാൻ നോക്ക്. കോപ്പ് ഇത്ര നേരം പോകണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ മടിയല്ല, മനസ്സിൻ്റെ അടിത്തട്ടിന്ന് വരുന്ന ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, അതിനെന്തൊക്കെയാണ് പറയണത്? അതിനെ തന്നെയാണ് മടി എന്ന് പറയുന്നത്. പോയി കുളിക്കണം. എന്ത് ചെയ്യും രണ്ടായിരം പിടിക്കാനായിട്ട്? രണ്ടഭിപ്രായം പറയുമ്പോൾ ടോസ് ഇട്ട് നോക്കാം. കോയിനുണ്ടാവുന്നല്ലോ. ഹെഡ് വീണ പോണം, ടൈല് വീണ പോണ്ട. കോപ്പ് ടൈല് എന്തായാലും ഒരു കാര്യം ചെയ്യാം. 3 പ്രാവശ്യം ഒന്നിപ്പഴച്ച 3 നല്ല എന്തു കോപ്രായോണി കാണിക്കണേ? കോപ്രായോ? ഈ ടോസ് ഇടണേന ഇന്റർനാഷണൽ കളിയിൽ വരെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർ ടോസ് ഇട്ടാണ് എടുക്കുന്നത്. താനേ ടോസ് ഒക്കെ ഇട്ട് ഇവിടെ ഇരുന്നോ? തന്റെ ഒക്കെ ഫ്രണ്ട്സേ പഠിക്കണ കാലത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് ഇപ്പൊ വിദേശത്ത് പോയി ജോലി ചെയ്യണം. ആ, അവരന്നും കഷ്ടപ്പെടുന്നു, ഇന്നും കഷ്ടപ്പെടുന്നു. ഞാൻ അന്നും കഷ്ടപ്പെടുന്നില്ല, ഇന്നും കഷ്ടപ്പെടുന്നില്ല. താൻ കഷ്ടപ്പെടുന്നില്ല, അതിന് ബാക്കിയുള്ളവർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അന്നേ പറഞ്ഞതാണ് എൻ്റെ അപ്പനും അമ്മയും, നമുക്ക് ഈ കല്യാണം വേണ്ടാന്ന്. അതിനെങ്ങനെയാണ്? പ്രേമത്തിന് കണ്ണു നോക്കൂലല്ല. കണ്ണുമൂക്കില്ലാന്നല്ലേ ഉള്ളൂ, നാക്കുണ്ടായിരുന്നല്ല, തൊള്ളോർന്ന് പറയാറുന്നില്ലേ എനിക്ക് കല്യാണം വേണ്ടെന്ന്. എന്നാ ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെട്ടാനെ. അതല്ല ഞാൻ ആലോചിക്കണത്, എൻ്റെ കാരണന്മാർ ഇതൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ലെന്ന്. ഞാൻ ആ വാക്ക് കേട്ടാനെ, എങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടാനെ. തന്റെ കാരണന്മാര് പറയൂല, കാരണം തന്റെ കാരണന്മാർക്ക് അറിയാം ഇതല്ലെങ്കിൽ പിന്നെ വേറെ പെണ്ണ് കിട്ടൂലെന്ന്. അതുകൊണ്ടാണ്. എനിക്കാ പെണ്ണ് കിട്ടാത്തത്? എനിക്കാ? ഇവിടെ തിക്കും തിരക്കാർന്ന് പെണ്ണുങ്ങളുടെ. അതെന്താണ്? തന്റെ അപ്പനോട് വല്ലതും ഫ്രീ ആയിട്ട് കൊടുക്കണ്ടായിരുന്ന? അതല്ല, എന്നെ കെട്ടാൻ. ആ, അത് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന ആൾക്കാരുടെ തിക്കും തിരക്കും കാരണം അതിൽ പരിക്ക് പറ്റിയ ആൾക്കാർ ഹോസ്പിറ്റലായ കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെപ്പാ? ഓ എടി, നിനക്ക് ഇവിടെ എന്താണ് പ്രശ്നം? നിനക്ക് ഇത്രയും ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടില്ലേ? നിന്നിവിടെ ആരെങ്കിലും എന്തെങ്കിലും തടസ്സം നിൽക്കാറുണ്ട? നീ ജോലിക്ക് പോണ്, കടയിൽ പോണ്, മീൻ വാങ്ങാൻ പോണ്, പച്ചക്കറി വാങ്ങാൻ പോണ്, ഇതൊക്കെ നീ നിന്റെ ഇഷ്ടത്തിന് പോണില്ലേ? ഇവിടെ ആരെങ്കിലും വേണ്ടെന്ന് പറയാറുണ്ടാ? ഓ, ഞാനും ആദ്യം വിചാരിച്ചത് ഇതൊക്കെ ഫ്രീഡം എന്നാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത് തന്റെ മടി കാരണം ഈ പണികളൊക്കെ എന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന്. നീ ടെൻഷൻ ആവണ്ട, നീ കുറച്ചാളും കൂടി ജോലിക്ക് പോയാൽ മതി. ഞാൻ PSC ചെയ്തല്ലേ. അപ്പൊ നമ്മ രക്ഷപ്പെട്ട്. തന്നെ കുഴിലോട്ട് എടുക്കുമ്പോ സർക്കാരിൽ നിന്ന് പേപ്പർ വരും, തനിക്ക് ജോലി കിട്ടിയെന്നും പറഞ്ഞ്. ഇവിടെ പഠിച്ചു എഴുതുന്നവർക്ക് കിട്ടണില്ല ജോലി. അപ്പോഴാണ് പഠിച്ചിരുന്നവർക്ക് കിട്ടൂല. PSC എന്ന് പറഞ്ഞൊരു മൈൻഡ് ഗെയിമാണ്. അത് നമ്മിങ്ങനെ കറക്കി കുത്തണാണ്, കറക്കി കുത്തല്. ഇപ്പം നമ്മിങ്ങനെ കറക്കി കുത്തി വരുമ്പോൾ അറിയാവുന്ന ഏതെങ്കിലും ചോദ്യം വന്ന് നോക്ക്. ഉദാഹരണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി, നമുക്കറിയാം. പക്ഷെ നമ്മൾ ഓടിപ്പോയി അതിൽ ടിക്കിടരുത്. അതും നമ്മ കറക്കി കുത്തണം. കുത്തുമ്പോൾ ഏത് പേര് കിട്ടിയാലും, രാജപ്പന ഗോപാലിനെ കിട്ടിയാലും നമ്മൾ അത് എഴുതണം. അതാണ് മൈൻഡ് ഗെയിം. മണ്ടൻ. എന്തോന്ന്? അല്ല, ഓരോ മൈൻഡേ. അല്ല, ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ സർക്കാർ ജോലി കിട്ടിയാലും പണിയെടുക്കണോട്ടാ? അതെനിക്കറിയാം, പണിയെടുക്കണമെന്ന്. പക്ഷെ മൂടുണ്ടെങ്കിൽ മാത്രം പണിയെടുത്താൽ മതി. മൂടുണ്ടെങ്കിലാ? ആ, നീ ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും ഫയലായിട്ട് ചെന്ന് നോക്ക്. നമ്മൾ ആദ്യം ചെല്ലണം. അവന് മൂടില്ലെങ്കിൽ അവൻ പറയും അപ്പുറത്തോട്ട് പോയിക്കോളാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ അവന് മൂടില്ലെങ്കിൽ അവൻ നമ്മൾ അടുത്ത ടേബിളിലോട്ട് തട്ടും. അങ്ങനെ തട്ടി നമ്മൾ ഏതെങ്കിലും മൂടുള്ളൊരുത്തൻ്റെ അടുത്ത് ചെന്ന് വിടും. അവൻ നമുക്ക് കാര്യങ്ങൾ ശരിയാക്കി തരും. അപ്പം നമ്മ മൂടുണ്ടെങ്കിൽ പണിയെടുക്കുക, ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കുക.
ഓ ഇതൊക്കെ കേട്ടിട്ടേ എന്റെ തല പെരുക്കണ്. ഞാൻ പോണ്, ഇവിടെ നിന്നാ ശരിയാവൂല. ഇനി ഏതായാലും നാളെ പണിക്കോ.